നമസ്കാരം. ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് കൈത്താങ്ങായി ഗൾഫ് എയറും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ അയക്കാൻ സന്നദ്ധ സംഘടനകൾക്ക് സഹായമേകും. ഇന്ത്യയിൽ കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ ബഹ്റൈൻ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയർ ഇന്ത്യക്ക് അടിയന്തര സഹായത്തിനുള്ള പിന്തുണയുമായി രംഗത്തെത്തി. ഇന്ത്യയിലേക്കുള്ള എല്ലാ വിമാനങ്ങളിലും സ്ഥലപരിധിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര ജീവരക്ഷാ ഉപകരണങ്ങൾ എത്തിക്കാൻ സഹായിക്കുമെന്ന് ഗൾഫ് എയർ പറഞ്ഞു. ബഹ്റൈനും ഗൾഫ് എയറും നൽകുന്ന പിന്തുണയ്ക്ക് ഇന്ത്യൻ അംബാസഡർ പീയൂഷ് ശ്രീവാസ്തവ നന്ദി പറഞ്ഞു. ഇന്ത്യയിലേക്ക് അടിയന്തര സഹായം എത്തിക്കാൻ ആഗ്രഹിക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. സന്നദ്ധ സംഘടനകളുടെ സഹായങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് സഹായം നൽകുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഗൾഫ് എയർ ആക്ടിംഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ക്യാപ്റ്റൻ വലീദ് അൽ അലാവി പറഞ്ഞു. വാക്സിൻ സ്വീകരിച്ചവർക്കുള്ള ഇളവുകൾ കാണികൾക്കായുള്ള ഗൈഡ് ബുക്ക് പുറത്തിറക്കി ബഹ്റൈൻ യുവജന കായിക മന്ത്രാലയം. സ്പോർട്സ് സ്റ്റേഡിയങ്ങളിലേക്കും ജിമ്മുകളിലേക്കുമുള്ള പ്രവേശന ഗൈഡ് ബുക്ക് പുറത്തിറക്കി യുവജന കായിക മന്ത്രാലയം. വാക്സിൻ സ്വീകരിച്ച ആളുകൾക്കും കോവിഡ് മുക്തി നേടിയവർക്കും 18 വയസ്സിൽ താഴെയുള്ളവർക്കും മാത്രമായിരിക്കും പ്രവേശന അനുമതി ഉള്ളത്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ കൂടെയോ രോഗമുക്തി നേടിയവരുടെ കൂടെയോ മാത്രമേ ഈ സ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. ബി അവെയർ ആപ്പിലെ ഗ്രീൻ സിഗ്നൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് അംഗീകൃത ആപ്ലിക്കേഷനുകളോ തെളിവായി ഉപയോഗിക്കാം. ഇൻഡോർ കായിക സൗകര്യങ്ങളുടെ 50% ആളുകളെ മാത്രമേ സ്റ്റേഡിയത്തിനുള്ളിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. ആവശ്യമായ സാമൂഹിക അകലം ഉറപ്പാക്കണമെന്നും സ്റ്റേഡിയത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ആളുകളുടെ താപനില പരിശോധിക്കണമെന്നും കൃത്യമായ കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിക്കണമെന്നും മന്ത്രാലയത്തിന്റെ ഗൈഡ് ബുക്കിൽ സൂചിപ്പിക്കുന്നു. ശവ്വാൽ മാസപ്പിറവി ചന്ദ്രനിരീക്ഷണ കമ്മിറ്റി നാളെ യോഗം ചേരും. റംദാൻ നോമ്പുകാലം അവസാനിക്കാറായ സാഹചര്യത്തിൽ ശവ്വാൽ മാസപ്പിറവിക്കായി ചന്ദ്രനിരീക്ഷണ കമ്മിറ്റി നാളെ യോഗം ചേരും. സുപ്രീം കൗൺസിൽ ഫോർ ഇസ്ലാമിക് അഫയേഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലായിരിക്കും സമിതി യോഗം ചേരുക. ബഹ്റൈനിലും സമീപ ഇസ്ലാമിക രാജ്യങ്ങളിലേക്കുമുള്ള ചന്ദ്രദർശന വിവരങ്ങൾ വിലയിരുത്തുന്നതിനായാണ് യോഗം ചേരുന്നത്. നാളെ ചന്ദ്രദർശനം സാധ്യമായാൽ റംദാൻ അവസാനിക്കുകയും ബുധനാഴ്ച ശവ്വാൽ 1 ഈദുൽ ഫിത്തർ ദിനമായിരിക്കും. ചന്ദ്രദർശനം സാധ്യമായില്ലെങ്കിൽ റംദാൻ 30 പൂർത്തീകരിച്ച് വ്യാഴാഴ്ചയായിരിക്കും പെരുന്നാൾ ദിനം. ആരോഗ്യ മേഖലയിലെ ഗുണനിലവാരമുള്ള സ്വകാര്യ പരിശീലന സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകാൻ തീരുമാനമായി. തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയവും ദേശീയ ആരോഗ്യ നിയന്ത്രണ അതോറിറ്റിയും ചേർന്നാണ് തീരുമാനം എടുത്തത്. ഇരു മന്ത്രാലയവും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ആരോഗ്യ മേഖലയിൽ മികച്ച പരിശീലന സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിന് ഇത് വഴിയൊരുക്കും. ഈ മേഖലയിൽ കൂടുതൽ മെച്ചപ്പെട്ട പരിശീലനം ലഭിക്കുന്നത് വഴി ആരോഗ്യ മേഖലയിൽ മികച്ച തൊഴിലവസരം ലഭിക്കുകയും ചെയ്യും. തൊഴിൽ മന്ത്രി ജമീൽ ബിൻ മുഹമ്മദ് അലി ഹുമൈദാനും NHRA CEO ഡോക്ടർ മറിയം അദ്ബി അൽ ജാലഹാമയും കരാറിൽ ഒപ്പുവെച്ചു. സ്വകാര്യ പരിശീലന സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷ തൊഴിൽ മന്ത്രാലയം പരിശോധിച്ച് അനുമതി നൽകും. ഉമ്മുൽസാദ് റോഡിലെ പാലനിർമ്മാണം 35% പൂർത്തിയായതായി അധികൃതർ. സിത്ര ഐലൻഡിന്റെ തെക്കുഭാഗത്തുള്ള ഉമ്മുൽസാദ് റോഡിലെ പാലനിർമ്മാണ പ്രവൃത്തി 35% പൂർത്തിയായതായി പൊതുമരാമത്ത്, മുനിസിപ്പാലിറ്റി, നഗരാസൂത്രണ കാര്യ മന്ത്രാലയം റോഡ് പ്രോജക്ട് ആൻഡ് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അറിയിച്ചു. നിലവിലെ പാലത്തിന് പകരം പുതിയ 2 പാലങ്ങളാണ് നിർമ്മിക്കുന്നത്. ഇരു ദിശകളിലേക്കായി 2 വരി പാലങ്ങളാണ് നിർമ്മിക്കുന്നത്. ആദ്യ പാലത്തിന്റെ നിർമ്മാണവും കാസ്റ്റിംഗ് ജോലികളും പൂർത്തിയായി. ഈ മാസം അവസാനത്തോടു കൂടി നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. പുതിയ ഷോപ്പിംഗ് അനുഭവം ഒരുക്കി ദാന മാൾ ലുലു ഹൈപ്പർ മാർക്കറ്റ്. ദാന മാൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ നവീകരിച്ച ഇലക്ട്രോണിക്സ് സ്റ്റേഷനറി വിഭാഗങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ ആധുനിക സൗകര്യങ്ങളും ഉൽപ്പന്നങ്ങളും ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ലുലു കണക്ടർ എന്ന വിഭാഗത്തിൽ മൊബൈൽ ഫോൺ, ആക്സസറീസ്, ഗൃഹോപകരണങ്ങൾ, മറ്റ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവ ലഭ്യമാണ്. വിവിധ ബ്രാൻഡുകളിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ലഗേജ് ബാഗുകൾ, സ്റ്റേഷനറി സാധനങ്ങൾ എന്നിവയ്ക്കുള്ള പ്രത്യേക വിഭാഗവുമുണ്ട്. ഇതോടെ 1-ാം നിലയിലെ നവീകരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായി. കോവിഡ് മുൻകരുതലുകൾ പാലിച്ച് മനോഹര ഷോപ്പിംഗ് അനുഭവമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നതെന്ന് ലുലു മാനേജ്മെന്റ് പറഞ്ഞു. ബഹ്റൈൻ കോവിഡ് അപ്ഡേറ്റ്സ്. ബഹ്റൈനിൽ 1451 പേർക്ക് കൂടി പുതിയതായി COVID-19 സ്ഥിരീകരിച്ചു. മെയ് 9-ന് 24 മണിക്കൂറിനിടെ 16,293 പേരിൽ നടത്തിയ പരിശോധനകളിൽ നിന്നാണ് ഇത്രയും പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചത്.
ഇവരിൽ 514 പേർ പ്രവാസി തൊഴിലാളികളാണ്. മറ്റ് 933 പേർ സമ്പർക്കത്തിലൂടെയും 4 പേർക്ക് യാത്രാ സംബന്ധവുമായാണ് രോഗബാധയേറ്റത്. ഇതോടെ നിലവിലെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 13,339 ഉയർന്നു. ചികിത്സയിലുള്ളവരിൽ 129 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. 8.91% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതേസമയം 975 പേർക്ക് കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 1,75,332 ഉയർന്നു. ഇന്നലെ മരണപ്പെട്ട 7 പേരടക്കം രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ 685 ആകെ 42,38,466 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി പുരോഗമിക്കുന്നതിനോടൊപ്പം കൂടുതൽ പേരിലേക്ക് പ്രതിരോധ വാക്സിനേഷനും പരിശോധനകളും വ്യാപിപ്പിക്കുന്നുണ്ട്. 7,97,181 പേർ ഇതുവരെ 1 ഡോസ് വാക്സിനും 5,78,786 പേർ 2 ഡോസ് വാക്സിനും സ്വീകരിച്ചിട്ടുണ്ട്. ആഘോഷങ്ങൾ എല്ലാവരുടേതുമാകട്ടെ. ഈദ് ദിനത്തിൽ പ്രയാസപ്പെടുന്ന 2000 പേർക്ക് ഭക്ഷണം എത്തിക്കുന്ന പദ്ധതിയുമായി വെൽകെയർ. കോവിഡ് പ്രതിസന്ധിയിൽ അകപ്പെട്ട പ്രവാസി സഹോദരങ്ങൾക്ക് സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ പെരുന്നാൾ ഒരുമ ഒരുക്കുന്നു. പെരുന്നാൾ ദിനത്തിൽ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് പെരുന്നാൾ ഭക്ഷണം എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷന്റെ ജനസേവന വിഭാഗമായ വെൽകെയർ ഈദ് ദിനത്തെ വ്യത്യസ്തമാക്കുന്നത്. ഓണം, ഈദ്, ക്രിസ്മസ് ദിനത്തിനോടനുബന്ധിച്ച് ആഘോഷങ്ങൾ എല്ലാവരുടേതുമാകട്ടെ എന്ന തലക്കെട്ടിൽ വെൽകെയർ മുൻ വർഷവും നടത്തിയ സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ ഈദിന് പെരുന്നാൾ ഒരുമ സംഘടിപ്പിക്കുന്നത്. പ്രവാസികൾക്കിടയിൽ സഹവർത്തിത്വത്തിന്റെയും സൗഹൃദത്തിന്റെയും സഹാനുഭൂതിയുടെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും ഒരുമ വളർത്തുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ വെൽകെയർ ലക്ഷ്യമിടുന്നത്. കോവിഡ് പ്രതിസന്ധിയിൽ പ്രയാസമനുഭവിക്കുന്ന പ്രവാസികൾ, താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികൾ, ക്വാറന്റൈനിലുള്ളവർ തുടങ്ങിയ 2000 പേർക്ക് പെരുന്നാൾ ഭക്ഷണം എത്തിച്ച് ആഘോഷങ്ങൾ എല്ലാവരുടേതുമാക്കുന്ന പദ്ധതിയാണ് വെൽകെയർ പെരുന്നാൾ ഒരുമയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് സോഷ്യൽ വെൽകെയർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഏറിയാട് അറിയിച്ചു. പെരുന്നാൾ ഒരുമയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് 39405069, 36249805, 36710698 എന്നീ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ക്യാപിറ്റൽ ഗവർണറേറ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകാപരം. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ. കോവിഡ്-19നുമായി ബന്ധപ്പെട്ട് ക്യാപിറ്റൽ ഗവർണറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ പ്രസ്താവിച്ചു. സ്വദേശി, വിദേശി വേർതിരിവില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സഹായം നൽകാനുള്ള സന്നദ്ധത മഹത്തരമാണ്. അർഹരായ ആളുകൾക്ക് സാന്ത്വനം എത്തിക്കുന്നതിൽ വിവിധ ഇന്ത്യൻ സംഘടനകളെയും അസോസിയേഷനുകളെയും പങ്കാളികളാക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ആവശ്യമായ സഹായങ്ങൾ ചെയ്യാനുമുള്ള ക്യാപിറ്റൽ ഗവർണർ ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകം ഫ്രണ്ട്സ് നന്ദി അറിയിക്കുകയും ചെയ്തു. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സംഘടനകളെയും കൂട്ടായ്മകളെയും ക്യാപിറ്റൽ ഗവർണറേറ്റുമായി ബന്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ക്യാപിറ്റൽ ഗവർണറേറ്റ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആൻഡ് പ്രോജക്ട് മാനേജ്മെന്റ് ഹെഡ് യൂസഫ് യാക്കൂബ് ലോറിയുടെയും ബഹ്റൈൻ ഹോസ്പിറ്റാലിറ്റി ജനറൽ മാനേജർ ആന്റണി പൗലോസിന്റെയും പ്രവർത്തനങ്ങൾ വിലമതിക്കപ്പെടേണ്ടതാണെന്ന് ഫ്രണ്ട്സ് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം 7ാമത്തെ ലേബർ ക്യാമ്പിൽ ഇഫ്താർ കിറ്റുകൾ നൽകി. ലേബർ ക്യാമ്പുകളിൽ പാചകം ചെയ്ത ഭക്ഷണം വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഇഫ്താർ കിറ്റ് വിതരണം സിത്രയിലെ ലേബർ ക്യാമ്പിൽ സംഘടിപ്പിച്ചു. ബഹ്റൈനിലെ 7 വിവിധ ലേബർ ക്യാമ്പുകളിൽ ഇതുവരെ ഇഫ്താർ കിറ്റുകൾ മാത്രം വിതരണം ചെയ്തതായി പ്രസിഡന്റ് സുധീർ തിരുനിലത്ത്, സെക്രട്ടറി ജയേഷ് VK എന്നിവർ അറിയിച്ചു. സ്പോൺസർഷിപ്പിലൂടെ സമാഹരിച്ച് KPF നൽകുന്ന ഇത്തരം കിറ്റുകൾ അർഹരായവർക്ക് എത്തിച്ചു നൽകാൻ കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം എന്നും മുൻപിലുണ്ടായിരുന്നുവെന്ന് ചാരിറ്റി വിങ്ങിലെ ശശി അക്കരാൽ, ഹരീഷ് PK എന്നിവർക്കൊപ്പം മെമ്പറായ സുജീഷും പറഞ്ഞു. സാമുദായികമായ വ്യത്യാസങ്ങൾക്കപ്പുറം റംസാൻ വ്രതകാലത്തെ പുണ്യമാസമായി കണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഏവർക്കും മാതൃകയാണെന്ന് ഇഫ്താർ കിറ്റ് വിതരണത്തിനൊടുവിൽ ജോയിന്റ് സെക്രട്ടറിയായ ജിതേഷ്, ഫൈസൽ എന്നിവർ അഭിനന്ദനക്കുറിപ്പിൽ അറിയിച്ചു.